ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. VIP പങ്കെടുക്കുന്ന ഒരു ബിസിനസ് മീറ്റിംഗിലാണ് നമ്മുടെ വേണുവേട്ടനും കുടുംബവും വന്നിരിക്കുന്നത്. അഹങ്കാരം തലയ്ക്കു കയറി പിടിച്ച് മത്തുപിടിച്ച് നിൽക്കുന്ന ആ നന്ദനയും ആ ഒന്നിനും കൊള്ളാത്ത പെങ്കോന്തൻ ദീപക്കും നമ്മുടെ വേണുവേട്ടനെയും കുടുംബത്തെയും ഒരുപാട് അപമാനിക്കുവാണ്. വേണുവേട്ടൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നോ രാജു എന്താണെന്നോ ഒന്നും അറിയാതെയാണ് ഈ പമ്പര വിഡ്ഢി അങ്ങനെ ചെയ്യുന്നത്. അവസാനം ദീപക്ക് വേണുവേട്ടൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ച് പുറത്തോട്ടിങ്ങനെ വലിച്ചെറിയുവാണ് കൊണ്ടുവന്ന്. ഈ സമയം നമ്മുടെ രാജു കാറിൽ അവിടെ എത്തുകയാണ്. ബ്ലാക്ക് ക്യാറ്റ്സ് എല്ലാം പെട്ടെന്ന് രാജുവിൻ്റെ കാറിൻ്റെ ഡോറ് തുറന്ന് വളരെ റെസ്പെക്റ്റോടെ രാജുവിനെ പുറത്തോട്ട് കൊണ്ടുവരുവാണ്. രാജു ഇങ്ങനെ നടന്ന് അകത്തോട്ട് കയറി വരാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ദീപക് ഇങ്ങനെ വേണുവേട്ടനെ പിടിച്ച് തള്ളിയത്. ആ വീഴ്ചയിൽ വേണുവേട്ടൻ വന്ന് രാജുവിൻ്റെ ദേഹത്തോട്ടാണ് വീഴുന്നത്. രാജു അച്ഛനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ബ്ലാക്ക് ക്യാറ്റ്സിനോടൊപ്പം അങ്ങോട്ട് വന്ന രാജുവിനെ കണ്ട് അന്തം വിട്ട് പ്രിയ, അയ്യോ രാജു എന്ന് വിളിക്കുവാണ്. നന്ദനയുടെയും ദീപക്കിൻ്റെ അവസ്ഥ പറയാനുണ്ടോ? രണ്ടും നാണ്ട് അന്തം വിട്ട് വായും പൊളന്ന് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നു. അവിടെ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഈ സ്പോട്ടിൽ തന്നെ കിട്ടുമെന്ന് രണ്ടിനും മനസ്സിലായി. രണ്ടും ഇങ്ങനെ സങ്കടത്തോടെ പരസ്പരം നോക്കുവാണ്. ഒരിക്കലും ആ അഹങ്കാരികൾ വിചാരിച്ചില്ല വരുന്ന VIP രാജുവായിരിക്കുമെന്ന്. RVM വേറെ ആരോ ആണെന്ന് വിചാരിച്ചാണ് നന്ദനെ അവിടെ കുറച്ച് തള്ളൊക്കെ തള്ളിവിട്ടത്. അവിടെ ഫ്ലാറ്റിൽ ചെന്നിട്ടുണ്ടെന്നും അവർ പരിചയക്കാരാണെന്നും ഒക്കെയാണ് അവിടെ ഉള്ളവരോട് പറഞ്ഞത്. നന്ദനയോടും ദീപക്കനോടുമുള്ള രാജുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഭയന്ന് വിറച്ച് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അടി ഉറപ്പാണ്. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പ് ഒരുപാട് വാങ്ങിക്കൂട്ടിയതല്ലേ, എന്തായാലും ഈ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് അടി ഉറപ്പാണെന്നാണ് ദീപക് ഇങ്ങനെ കരുതി പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. രാജുവിൻ്റെ ആ പഴയ ലുക്കൊക്കെ വളരെ മാറി പണ്ടത്തതിനേക്കാളും വളരെയധികം ഹാൻസമായിട്ടിരിക്കുവാണ്. നന്ദന ഇതെല്ലാം കണ്ടിങ്ങനെ വരണ്ട് നിൽക്കുക. അവൾ നേരത്തെ പറഞ്ഞിരുന്നല്ല യൂസ്ലെസ് ഫെലോ, കൾച്ചർലെസ് ഫെലോ, അതൊന്നുമല്ല രാജു. ഇപ്പം നന്ദനയാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. രാധമ്മയ്ക്ക് സ്വന്തം മകൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. രാധമ്മ ഇങ്ങനെ മകനെ തന്നെ നോക്കി സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകുവാണ്. രാജുവിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വേണുവേട്ടൻ്റെ മുഖം ഒന്ന് കാണണം. എന്താ ഒരു തിളക്കം, എന്താ ഒരു പ്രൗഢ ഗാംഭീര്യം. ചോര നീരാക്കി മക്കളെ വളർത്തി അവർ നല്ല ഒരു പൊസിഷനിലെത്തുമ്പോൾ, അതും VIP അടങ്ങുന്ന ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തൻ്റെ മകൻ മാറുന്നത് കാണുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ഒരു അഭിമാനമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ക്യാറ്റുകളുടെ അകമ്പടിയോടെ നമ്മുടെ രാജു വേണുവേട്ടനും എല്ലാവരും ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ആ സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിയുന്ന ആ രാധമ്മയുടെ മുഖം ഒന്ന് കാണണം. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ആ ആൾക്കൂട്ടത്തിൽ വെച്ച് നന്ദനയും ദീപക്കും എന്തൊക്കെ പറഞ്ഞാണ് ഇവരെ ആക്ഷേപിച്ചത്. VIP പങ്കെടുക്കുന്ന ഫംഗ്ഷന് ഡ്രസ്സ് വാടകയ്ക്കെടുത്തിട്ടുണ്ട്, ഓസിന് ഫുഡടിക്കാൻ നടക്കുന്നവരാണെന്നും ഭിക്ഷക്കാരെന്നും തക്കം കിട്ടിയാൽ മോഷ്ടിക്കുന്നവരാണെന്നും എന്തൊക്കെ പറഞ്ഞാണ് നന്ദനയും ദീപക്കും ഇവരെ ആക്ഷേപിച്ചത്. ആ ജനമധ്യത്തിൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രാജു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുക. ആ അമ്മയുടെയും മകൻ്റെയും ആ സ്നേഹപ്രകടനം കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളുവാണ്. സന്തോഷത്തോടെ വേണുവേട്ടൻ പറയാം, എടി രാധേ നീ കരയല്ലേ, നമ്മുടെ പൊന്നുമോൻ തിരിച്ചു വന്നില്ലേ. ദേഷ്യത്തോടെ രാജു, മിസ്റ്റർ വിജയ് എന്താണ് ഇവിടെ നടന്നത്? സോറി സാർ, എക്സ്ട്രീംലി സോറി സാർ. ആളുകളെ അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങനെയാണോ എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയെയും ട്രീറ്റ് ചെയ്യേണ്ടത്? സത്യസന്ധനായ നമ്മുടെ വേണുവേട്ടൻ പറയാം, മോനെ ഇത് ഇദ്ദേഹത്തിൻ്റെ തെറ്റല്ല, ഞങ്ങൾ ആരാണെന്ന് ഇദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞില്ല. പ്രിയ ഉടനെ പറയാം, അതെങ്ങനെയാ? അതിനു മുമ്പ് തന്നെ താണ്ട് ഇവനും ഇവളും കൂടെ ഞങ്ങളുടെ നേരെ പാഞ്ഞടുക്കുമല്ലായിരുന്നു. രാജു ആ ബ്ലാക്ക് ക്യാറ്റിനെ നോക്കി ഒന്ന് കഴിഞ്ഞൊടിച്ച് പെട്ടെന്ന് രണ്ടുപേരങ്ങോട്ട് ചെന്ന് ദീപക്കിൻ്റെയും നന്ദനയുടെയും തലയ്ക്ക് നേരെ ഗണ്ണിങ്ങനെ വെച്ചു. വലിയ നെകളിപ്പോടെ അഹങ്കാരത്തോടെ അവിടെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാ. രണ്ടും ചമ്മി വിളറി നാണം കെട്ടിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുവാണ്. അപ്പോൾ വിജയ് പറയുക, ഇത് നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ VIP മിസ്റ്റർ VRM. ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യാനാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോഴാണ് നമ്മുടെ രാധമ്മയും പ്രിയയും പോലും അറിയുന്നത്. നേരത്തെ നമ്മുടെ വേണുവേട്ടന് സംഗതി അറിയാം. വേണുവേട്ടൻ ഇവരോട് ആരോടും ഒന്നും പറയാതിരുന്നതാ, ഒരു സസ്പെൻസ് കൊടുക്കാമല്ലോ. ഇദ്ദേഹമാണ് ഈ വർഷത്തെ ബിസിനസ് ഐക്കോണിക്. ആ നന്ദനയുടെ ഒരു നോട്ടം കാണാൻ ഭൂമി പിളർന്ന് ഇപ്പം തന്നെ അവൾ താഴോട്ട് പോകുമോ എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ഒരു നോട്ടത്തിലാണ് അവളിങ്ങനെ നിൽക്കുന്നത്. എന്തോരോ അഹങ്കാരമായിരുന്നു. ഐക്കോണിക് മിസ്റ്റർ RVM. രാജുവിൻ്റെ 7 അയലത്ത് പോകാനോ അവിടെ നിൽക്കാൻ പോലുള്ള യോഗ്യത ഈ നന്ദനയ്ക്കോ ദീപക്കനോ ഇല്ലെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. രാജു വേണുഗോപാൽ മഠത്തിൽ. അപ്പോഴവിടെ നിൽക്കുന്ന ഒരുത്തൻ ചോദിക്കുന്ന നന്ദനയോട്, അല്ല മേഡത്തിന് RVMനെ അറിയില്ലേ? കുറച്ച് മുമ്പ് എന്തോ ഒരു തള്ളായിരുന്നു നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് നല്ല പരിചയമാണെന്നൊക്കെ ആയിരുന്നല്ലോ. വിജയ് വീണ്ടും രാജുവിനെ കുറിച്ച് പറയാം,
ഇതാണ് ലോകം ശ്രദ്ധിക്കുന്ന ബിസിനസ് മാഗ്നറ്റ്. RVM എന്ന് കേട്ടപ്പോൾ ഞാനൊരു 60 വയസ്സുള്ള ആളാണെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇതൊരു ചെറുപ്പക്കാരനാണല്ലോ എന്നൊക്കെ കൂട്ടത്തിൽ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ ഇതിനു മുമ്പ് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മീഡിയയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അവരെല്ലാവരും ഇങ്ങനെ രാജുവിനെ നോക്കുമ്പോൾ എന്താണ്ട രാധമ്മയോട് വേണുവേട്ടൻ പറയാം, എന്താ രാധേ നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? എടി നമ്മുടെ മോൻ രാജു തന്നെയാ ഇത്. പ്രിയ സന്തോഷത്തോടെ പറയാം, എൻ്റെ ആങ്ങളെ വിദേശത്ത് പോയി വലിയ കാശുകാരനായെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത്രയും വലിയ കാശുകാരനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. യോ എൻ്റെ ആങ്ങളെ ഇപ്പോൾ കോടീശ്വരനല്ലേ? വേണുവേട്ടൻ പറയാം, രാധമ്മേ നിന്റെ മകൻ രാജു ഇപ്പോൾ രാജുവായിട്ടല്ല വന്നിരിക്കുന്നത്, രാജാവായിട്ട് കൂടിയാ. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും രാധമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് രാധമ്മ ചെയ്യുന്നത്. സാർ നമുക്കിനി ഫംഗ്ഷനിലോട്ട് കടന്നാലോ? ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒരാൾ ചോദിക്കുന്നു, ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്യണം? വെറുതെ വിടരുത്. എന്തെല്ലാം അപവാദങ്ങളാണ് ഇവിടെ കിടന്നുകൊണ്ട് രണ്ടുകൂടെ വിളിച്ച് പറഞ്ഞത്. രണ്ടിനും ഓരോ പൊട്ടീരെങ്കിലും വെച്ച് കൊടുക്കണം. അത്തരം മോശത്തരങ്ങളാണ് രണ്ടും കൂടെ ഇവിടെ കിടന്ന് വിളിച്ച് കൂവിയത്. ഒന്ന് മിണ്ടാൻ പോലും വയ്യാതെ, ഒന്ന് ചലിക്കാനും വയ്യാതെ, ആളുകളുടെ മുഖത്തൊന്ന് നേരെ നോക്കാൻ പോലും വയ്യാതെ രണ്ട് നാണിച്ച് തലകുനിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. രാജു നന്ദനയോടും ദീപക്കിനോടും ചോദിക്കുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും അഹങ്കാരം ഇതുവരെ തീർന്നിട്ടില്ലേ? തീർന്നാലും ഇല്ലെങ്കിലും തൽക്കാലം ഇപ്പം നിങ്ങളെ രണ്ടുപേരെ ഞാൻ വെറുതെ വിടുക. ഇനി നിങ്ങളുടെ ശല്യം മൂത്താൽ ഇതുപോലെ ഗൺ പോയിന്റിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും. എന്നിട്ട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആൾക്കാരോടൊക്കെ പറയുന്നു, ഇവരെ രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയരെ. അപ്പോൾ നമ്മുടെ വേണുവേട്ടൻ പറയും, എടാ നീ ഇവളും ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയപ്പോഴും ഞാൻ ഒന്നും മിണ്ടാതെ നിന്നതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പം മനസ്സിലായോ? നിങ്ങളെപ്പോലെ തരം താഴ്ന്നവരല്ല ഞങ്ങൾ. നല്ല കാര്യങ്ങൾ ഒന്നും പറഞ്ഞല്ല നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത്. കൊള്ളരുതായ്മകൾ മാത്രം പറഞ്ഞ് പഠിപ്പിച്ചതാണ് നിന്റെ അമ്മ അംബിക നിന്നെ. മകനെ ഒരു ക്രിമിനലാക്കി വളർത്താൻ നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ അതിൽ നിന്റെ അമ്മ വിജയിച്ചു. ചെറുപ്പത്തിലെ നിർഗുണ പാഠശാലയിൽ പഠിക്കേണ്ട നിന്നെ വർമ്മസാറാ രക്ഷിച്ചത്. ഇനിയും തീർന്നിട്ടില്ലടാ നിന്റെ കഷ്ടകാലം. ദാ ഈ നിൽക്കുന്ന നന്ദനയില്ലേ നിന്റെ ഭാര്യ, ഇവിടെ കൈകൊണ്ടായിരിക്കും നീ ചാവുന്നത്. ഇതൊരു പ്രവചനമൊന്നും അല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വിളറി വെളുത്തു നിൽക്കുന്ന നന്ദനെ നോക്കിയിട്ട് പറയാ, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്ന് എനിക്കറിയാം. നീ ആ അനന്തംപിള്ളയുടെ മോള് തന്നെ. നിന്റെ അച്ഛനെ അയാളിപ്പോൾ ജയിലില്ല. വേഗം നീയും അങ്ങോട്ട് പോകാൻ തയ്യാറായിക്കോ. കൊണ്ടുപോയിക്കോ ഈ രണ്ടിനെയും പുറത്തോട്ട് എന്നിങ്ങനെ വേണുവേട്ടനും പറയുമ്പോൾ ദാണ്ട ബ്ലാക്ക് കാറ്റ്സ് രണ്ടിനെയും പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോവുക. ഇതാണിപ്പം നമ്മൾ കണ്ടത്, സത്യവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം. സത്യം ജയിക്കാൻ കുറച്ച് താമസം എടുക്കുമെങ്കിലും സത്യം തന്നെ ഒടുവിൽ ജയിക്കൂ. അധർമ്മം ഇതുപോലെ പുറത്തു പോവുകയും ചെയ്യും. RVMനെ കാണാനായിട്ട് ടൈലറിംഗ് ഷോപ്പിലെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ വന്ന് തിങ്ങി കൂടി നിൽക്കുവാണ്. കൂട്ടത്തിൽ നമ്മുടെ ഋതികയുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി പറയും, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ, ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. കൂട്ടത്തിൽ ഒരു സ്ത്രീ പറയുന്നത്, ഞങ്ങളൊക്കെ RVMനെ കാണാൻ രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുക, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. RVMനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണോ എന്നൊക്കെ ഋതിക ചോദിക്കുന്നു. RVMനെയോ PAയുടെയോ ഒന്നും അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. ഇതൊന്നും ഇന്ന് നടക്കില്ല, നിങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ സെക്യൂരിറ്റി പറയുക. അങ്ങനെ ഋതികയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, നമുക്കവിടെ ജോലി കിട്ടുവാണെങ്കിൽ ഈ തയ്യൽക്കാരി എന്നുള്ള പേര് മാറിയിട്ട് ഡിസൈനർ എന്നൊക്കെയുള്ള നല്ല പേരും നല്ല ശമ്പളവും കിട്ടും. എൻ്റെ ദൈവമേ ഞങ്ങൾക്കിവിടെ ജോലി കിട്ടണേ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു. ഋതിക പറയാം, വലിയ കമ്പനി കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിയിൽ കൂടെ ജോലി കിട്ടിയാൽ മതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കുഴപ്പമില്ലാതെ നടന്നു പോയാൽ മതി. എൻ്റെ ഋതിയെ നീ ഒന്നും മിണ്ടാതിരിക്കും. ഇവിടെ എന്താ ജോലി കിട്ടിയാൽ പുളിക്കുവോ? ശമ്പളം കൂടുതൽ കിട്ടിയാൽ കഴിക്കുവോ? നീ അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കും. പിന്നൊരു കാര്യം, ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴേ നിൻ്റെ അച്ഛനോട് പഠിക്കാൻ പോവാന്നൊന്നും കള്ളമൊന്നും പറഞ്ഞേക്കല്ലേ. ഇവിടെയാണ് ജോലി എന്നൊക്കെ അറിയുമ്പോൾ നിൻ്റെ അച്ഛൻ സമ്മതിക്കും. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും രാധമ്മയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ മോൻ രാജുവാണോ? ഇത്രയൊക്കെ ഉയർച്ചയിൽ എൻ്റെ മോൻ എത്തിയോ? ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ വീണ്ടും വേണുവേട്ടൻ പറയുക, എടി രാധമ്മേ, മനസ്സ് മുഴുക്ക നന്മയും കൊണ്ട് നടക്കുന്ന നമ്മളെ ദൈവം കൈവിടുവോ? രാജു അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, എൻ്റെ അമ്മ ഇനി കരയല്ലേ, കുറച്ച് ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അച്ഛൻ കുറച്ച് ക്ഷീണിച്ചു പോൽ. അതൊക്കെ നിൻ്റെ തോന്നലാ മോന്. അങ്ങനെ അവർ കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെ, നമ്മളെ അവഗണിച്ചവരൊക്കെ ഇനി നമ്മളെ പരിഗണിക്കാൻ തുടങ്ങും. ശില്പികൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരുന്നെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. ഇത് അതുതന്നെയാണ്. രാജു അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് ആശീർവാദമൊക്കെ വാങ്ങിക്കുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, അച്ഛൻ്റെ അനുഗ്രഹം, അതാണ് ഈ ഞാൻ. ഇതെത്ര മക്കൾ പറയും? എത്രയോ എടുത്ത് ഇതിൻ്റെ വിപരീതമാണ് നടക്കുന്നത്. ഉണ്ണാതെ ഉടുക്കാതെയും കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിടും. പക്ഷേ ആ മക്കളോ അവസാനം അച്ഛനെയും അമ്മയും തിരിഞ്ഞു നോക്കുന്നില്ല. എത്രയോ മക്കളാണ് ഒരു ദയദാക്ഷിണ്യവും ഇല്ലാതെ അച്ഛനെയും അമ്മയും പുറത്തിറക്കി വിടുന്നത്. ചിലരാണെങ്കിൽ കുറച്ച് ദയെങ്കിലും കാണിക്കും, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കും.
ഒരിക്കലും ഈ മക്കൾക്കും ഇതേ അവസ്ഥ വരും എന്നുള്ള ചിന്ത അവർക്ക് തോന്നുന്നില്ല. കഷ്ടം. എൻ്റെ ഫ്രണ്ട്സ് ക്ഷമിക്കണം, ഈ സീൻ കണ്ടപ്പോൾ ഇമോഷനായി ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യം ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ വിജയ് വന്ന് രാജുവിനെ ക്ഷണിക്കുക. സാറ് സ്റ്റേജിലിരിക്കണം, എല്ലാവർക്കും സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ രാജുവിന് ബൊക്കയും മാലയൊക്കെ കൊടുത്ത് അവർ സ്വീകരിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തുവാണ്. രാജു വിജയോട് പറയുന്നു അച്ഛനെയും അമ്മയും സഹോദരിയും ഈ സ്റ്റേജിൽ ഇരുത്താനുള്ള സൗകര്യം കൊടുക്കണമെന്ന്. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് മുൻപ് ആ ആൾക്കൂട്ടത്തിൽ എത്ര അപമാനിക്കപ്പെട്ട് തലകുനിഞ്ഞ് നിന്നവരാ അവർ നിരിക്കുന്ന സ്ഥാനം കണ്ടോ? വിജയ് രാജുവിൻ്റെ ബിസിനസ് ഉയർച്ചയെക്കുറിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് സാമ്രാജ്യത്തിലെ മുടിചൂടാ മന്നനായി മാറിയ ഒരാളുടെ കഥയാണ് RVM എന്നുള്ള രാജു സാറിൻ്റെത്. സാറിൻ്റെ വിജയതന്ത്രം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. സാർ അത് നമുക്കായി പങ്കുവെക്കും. അങ്ങനെ രാജുവിനെ സംസാരിക്കാൻ ക്ഷണിക്കുവാണ്. എല്ലാവർക്കും വിനീത നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് രാജു തുടങ്ങുവാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാം. ഇതിലെ ഭൂരിഭാഗം ആൾക്കാരുടെ കമ്പനിയിലും എനിക്ക് ഷെയർസും ഉണ്ട്. ഫിനിക്സ് പക്ഷിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ് ക്ലീഷയായ കാര്യമാണെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ഞാൻ. ഇതുവരെ സോഷ്യൽ മീഡിയയിലോ മറ്റു മാധ്യമങ്ങളിലോ മുഖം കാണിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ഫേസ് ഹൈഡ് ചെയ്ത് വെക്കേണ്ട മാനസികമായ അവസ്ഥയിലായിരുന്നു. ഒരു വലിയ ജീവിത പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഞാൻ വിജയം സ്വപ്നം കാണാൻ തുടങ്ങിയത്. ജോലി ചെയ്ത് മാത്രം ജീവിക്കുന്ന, സമ്പാദ്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഈ അച്ഛൻ്റെ മകനാണ് ഞാൻ. പട്ടിണിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും അച്ഛനും അമ്മയും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ധനികരല്ലായിരുന്നു. അതൊരു കുഴപ്പമല്ലെന്ന് എനിക്കോ അച്ഛനോ ആദ്യമൊന്നും അത് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ അതൊരു വലിയ കുഴപ്പമാണെന്ന് ഒരുപോലെ ഞാനും എൻ്റെ അച്ഛനും ഒരിക്കൽ തിരിച്ചറിഞ്ഞു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളിൽ ഉറക്കം വരാത്ത ഒരു രാത്രിയിൽ വിജയ സ്വപ്നവുമായി എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പുസ്തകമാണ്. അതിലെഴുതിയിരുന്ന വാചകം: നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ ധൈര്യത്തോടെ പിന്തുടരുക. ആത്മാർത്ഥമായി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. അതായിരുന്നു ആ നോവലിലെ മെസ്സേജ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ ലക്ഷ്യമുണ്ടെന്നുള്ള ഭയമാണ് അവരെ സ്വപ്നങ്ങളിൽ നിന്നും അകറ്റുന്നതെന്നും ജീവിതയാത്രയിൽ നേരിടുന്ന പരീക്ഷണങ്ങളും പരാജയങ്ങളും വിജയത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആ നോവലിൽ പറയുന്നുണ്ട്. പോസിറ്റീവായി ചിന്തിച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു എൻ്റെ ഈ വിജയത്തിന്റെ യാത്ര. ഇതൊക്കെ നേടി ഞാൻ, ഇതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അതെനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കും അതുണ്ടാവണം. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് എല്ലാവരെയും ഒന്ന് കാണാൻ സമയമായി എന്ന് തോന്നിയത് കൊണ്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളുമാണ് എൻ്റെ പ്രാണൻ. എന്നെ സ്നേഹം പഠിപ്പിച്ച എൻ്റെ അമ്മ, എന്നെ ജീവിതം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ, എൻ്റെ താങ്ങും തണലും ഒക്കെ ആയിരുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ. ഇവരോടൊപ്പം കുറച്ച് ദിവസം ചിലവിടണം, എന്നിട്ട് എനിക്ക് തിരിച്ചു പോകണം. എൻ്റെ ലക്ഷ്യവും നടപ്പാക്കുമെന്നുള്ള ഉറപ്പുള്ള ചില കാര്യങ്ങളും നടപ്പിലാക്കാൻ എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ. പോകുന്നതിന് മുമ്പ് ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാണ് പ്രധാനമായും ഞാനിപ്പോൾ വന്നത് തന്നെ. എനിക്ക് നൽകിയ സ്നേഹത്തിനും ഊഷ്മളമായ സ്വീകരണത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് രാജുവിന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഈ സമയം പ്രതാപൻ ആകെ ക്ഷീണിതനാണ്. വളരെ സങ്കടത്തോടെ ഏതോ ആലോചിക്കുവാണ്. പ്രതാപന്റെ മനസ്സിൽ അന്ന് ഋതികയുടെ കൈക്ക് പിടിച്ച് വലിച്ച് വാടി ഇങ്ങോട്ട്, അവിടെ അമ്മയുടെ സ്വഭാവമാണ് നിനക്ക് എന്നും പറഞ്ഞ് അവളെ പുറത്തോട്ട് ഇറക്കി നിർത്തിയതും ആ മഴ മുഴുക്ക കൊള്ളിച്ചതും എല്ലാം ഇങ്ങനെ പ്രതാപൻ ഓർക്കുക. നീ എൻ്റെ കുടുംബം തകർക്കും അല്ലേടാ എന്നും പറഞ്ഞ് രാജുവിനെ വലിച്ചെറിഞ്ഞതും എല്ലാം ഇങ്ങനെ മനസ്സിൽ വരുവാണ്. ഇതൊക്കെ നിന്റെ മനസ്സിൽ വന്നിട്ട് എന്തുകൊണ്ടാ പ്രതാപ നീ പത്മയെ ചിന്തിക്കാത്തത്? എല്ലാ സന്തോഷവും എല്ലാ സ്വത്തുസുഖങ്ങളും ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ഇറങ്ങി വന്നതല്ലേ പത്മ. അവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുവോ? അവൾ നിന്നെ വഞ്ചിക്കുവോ? ഇനിയെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? അപ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക ഇങ്ങനെ നോക്കിയിട്ട് പ്രതാപൻ ചോദിക്കുന്നത്, എൻ്റെ മോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു അല്ലേ? ആടയാഭരണങ്ങൾ അണിഞ്ഞ് വളരെ മനോഹരിയായി ഓടിപ്പറന്ന് നടന്ന ഋതികയുടെ ഇപ്പോഴത്തെ ആ കോലം കണ്ട് പ്രതാപൻ വളരെ സങ്കടപ്പെടുവാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിൽ എന്താച്ചാ കുഴപ്പം? ഈ നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നത്. എപ്പോഴും AC കാറിൽ പോയിക്കൊണ്ടിരുന്ന ഋതികയെ. എന്നാലും എൻ്റെ ഉള്ളിലൊരു നീറ്റ. മോളിവിടെ ഇരുന്നേ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ആ ബ്രോക്കർ പിന്നെയും വന്നു മോളെ. നമ്മുടെ വീട്, ഓ സോറി, ഇപ്പോഴത് നമ്മുടെ വീടല്ലല്ലോ. നമ്മുടെ വീടല്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ പ്രതാപവർമ്മയുടെ വീടായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ? അങ്ങനെയെങ്കിലും കുറച്ചുനാൾ ഈ വീട്ടിൽ താമസിക്കാമായിരുന്നു. ആ മോഹവും പൊലിഞ്ഞ്. ആ പെണ്ണ് വീട് വിൽക്കും മോളെ. അവൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നാശം കാണാന്. മോള് ബുദ്ധിമോശമാ കാണിച്ചെങ്കിലും അതിലൊരു നന്മയുണ്ടായിരുന്നു. പക്ഷെ അബദ്ധം ശരിക്കും പറ്റിയത് എനിക്കാ. അനന്തംപിള്ള എന്ന വക്രബുദ്ധിക്കാരനോട് ഞാൻ മത്സരിക്കരുതായിരുന്നു. മത്സരിക്കണമെങ്കിൽ യുദ്ധ നിയമങ്ങൾ അറിയാവുന്ന ഒരു യോദ്ധാവിനോടായിരിക്കണം. ആ ക്രിമിനലിന്റെ മുന്നിൽ ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമല്ലേ എന്ന് കരുതി ഞാൻ കണ്ണടച്ചു പോയി. ഞാൻ തോറ്റു കൊടുക്കണവൻ എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബമാണ് എല്ലാത്തിനേക്കാളും വലുത്.
എൻ്റെ വീട്ടുകാരുടെ എല്ലാം സേഫ്റ്റി നോക്കണമെന്ന് ഞാനൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതാ പ്രതാപ പറയുന്നത്. കൺകെട്ട പുറവ് സൂര്യ നമസ്കാരം ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന്. ഞാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനന്തംപിള്ള എന്ന കൊടും ക്രിമിനൽ ഈ പടി കടന്ന് കയറി വരില്ലായിരുന്നു. മുറിവേറ്റ ശത്രുക്കളെ പിന്നെ കൂടെ കൂട്ടരുതെന്നുള്ള പാഠം ഞാൻ പഠിച്ചിരുന്നില്ല. മോളെ, നീ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ദീപക്കും നന്ദനയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കരുതെന്ന്. തൊണ്ട ഇടറി കരഞ്ഞുകൊണ്ട് പ്രതാപം പറയാ. ഞാനാ അത് കേൾക്കാതിരുന്നത്. നീ ഇപ്പൊ എന്ത് ചെയ്യാനെ, എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഋതികയുടെ ഫോണിലോട്ട് അവിടെ ഫ്രണ്ട് വിളിക്കുന്നു. അച്ഛാ, എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു, അച്ഛൻ വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ആറാറിലെ ഋതിക പുതിയ സ്റ്റാഫിനെ വേണമെന്നും വേക്കൻസി ഉണ്ടെന്നൊക്കെ ഒരു പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ആണ് ഇൻ്റർവ്യൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നീ നിർബന്ധമായിട്ടും വരണേ ഋതിയെ. ഞാൻ വരാം. നീ സത്യങ്ങളൊക്കെ അച്ഛനോട് തുറന്ന് പറയണം. നീ ജോലിക്കാ പോകുന്നെന്ന് സാറ് അറിയട്ടെ. സങ്കടത്തോടെ ഋതിക പല്ലവിയോട് പറയാ. പല്ലവി, ആ നന്ദനെ ഈ വീട് വിൽക്കാൻ പോവുക. ഋതിയെ, അവളെ അങ്ങനെ വിടരുത്. നീ കേസ് കൊടുക്ക്, അല്ലെങ്കിൽ ഗുണ്ടായിസ് ഇറക്ക്. അതിനൊന്നിനും ഇനി ഒരു പ്രയോജനമില്ല പല്ലവി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനോ ഋതികയോ ആരും അറിഞ്ഞിട്ടില്ല രാജു വന്നതും രാജുവിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നും. RR ഫാഷൻ ഡിസൈനിങ്ങിൽ ഋതിക ഇനി അവിടെ ഇൻ്റർവ്യൂവിന് പോകുമോ, അവിടെ വെച്ച് രാജുവിനെ കാണുമോ, എന്തായിരിക്കും ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.